യു ഗോട്ട് നോ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ ഓർ അപ്രിഷിയേറ്റ് ഹിം. ഹി ഈസ് ബിയോണ്ട് ദാറ്റ്. ഇപ്പോഴും ബർത്ത്ഡേക്ക് മെസ്സേജ് അയച്ചാൽ ഇത്രയും വർഷമായി 10 വർഷമായി റിപ്ലൈ പ്രോംപ്റ്റ് റിപ്ലൈ. അത് ഇന്നില്ലെങ്കിൽ നാളെ കാണും. അതാണ് ഞങ്ങൾ ഇന്നേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല. ഓക്കെ. ആ പക്ഷെ മെസ്സേജ് അയച്ചാൽ അവർ. പിന്നെ മൂപ്പരുടെ ബോഡി ഗാർഡ് ചിലപ്പോൾ പറയും വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ മേജർ സാഹിബിൻ്റെ കാര്യം പറഞ്ഞ് അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു നീയൊക്കെ ഇപ്പോഴും മേജർ സാഹിബായിട്ട് സംസാരിക്കാണ്? യെസ് സർ. ആ അച്ഛാ ഗുഡ്. ഇതൊക്കെ അവർ ഇതൊക്കെയാണ് ഈ മനുഷ്യനിലുള്ള ക്വാളിറ്റി എന്നത്. എത്രയോ ആളുകളെ കാണുന്നുണ്ട് മറന്നു പോവാം. അതെ. ബട്ട് they will make you to keep remembering him. ഗ്രേറ്റ്. ഇനി അടുത്ത ആള് സാറിൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ്. ഈ പറയുന്ന പോലെ സാറിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയ ആളാണ്. ഇതൊന്നും ഫസ്റ്റ് ഫിലിം സംഭവിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഫിലിമിലാണ്, പ്രിയദർശൻ. എനിക്കറിയാം ചില സമയത്തൊക്കെ നിങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇടകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രിയദർശൻ സാറിനെ പറ്റി പറയുന്ന സമയത്ത് ആദ്യം മനസ്സിലേക്ക് വരുന്ന ക്വാളിറ്റി എന്താ? ഈസ് മൈ ബ്രദർ, എൽഡർ ബ്രദർ. അത് ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴൊന്നും വിളിക്കുന്നുണ്ടാവില്ല. പിന്നെ ഈസ് എ ലിറ്റിൽ സെൽഫിഷ് ഉണ്ട് പ്രിയട്ടന്. അതിൻ്റെ മുകളിൽ ഞങ്ങൾ തമ്മിൽ ഉടക്കിയിട്ടുണ്ട്. പ്രിയട്ടൻ ആ ചെയ്ത് ശരിയായില്ല എന്ന് ഞങ്ങൾ നല്ല ഉടക്കായിരിക്കും. പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾ മറന്നത്. അതാണ് ഒരു റിയൽ ബ്രദർ എന്നുള്ളത്. പ്രിയട്ടനെ കുറിച്ചിട്ട് ഞാൻ പ്രിയട്ടനായിട്ട് ഉടക്കുണ്ടാക്കും. പക്ഷെ നിങ്ങൾ വന്നിട്ട് പ്രിയട്ടനെ കുറിച്ച് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ആടി ഉറപ്പാണ്. അതാണ് ഞങ്ങളുള്ള ബന്ധം. എനിക്ക് പറയാം, അത് ഞാൻ പറയുകയും ചെയ്യും. എന്നിട്ട് വല്ലവരും പോയി പറഞ്ഞാലും ഇറ്റ്സ് ഓക്കെ. ബട്ട് അത് പ്രിയട്ടനായിട്ടുള്ള സ്ട്രെയിറ്റ് ആയിരിക്കും. പ്രിയട്ട ആ ചെയ്ത് തെറ്റാണ്, മഹാബോറായി എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പോൾ ഒന്നും മിണ്ടിയതുമില്ല. അപ്പം അതറിയാം. അതാണ് പ്രിയട്ടനായിട്ടുള്ള ബന്ധം. ഇങ്ങനെ കീർത്തി ചക്രം സംഭവിക്കാൻ തന്നെ റീസൺ പ്രിയട്ടനായിട്ടാണ്. ചെറിയൊരു ഉടക്കുണ്ടാക്കിയിട്ടില്ലായിരുന്നത്. ഇല്ല, നടക്കില്ല. ഇതേപോലെ ഞങ്ങൾ തമ്മിലൊരു സൗന്ദര്യ പണക്കത്തിലങ്ങ് പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കീർത്തിചക്ര കണ്ടിട്ടല്ലേ മൂപ്പര് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു നീ എങ്ങനെടാ ഈ സിനിമ ചെയ്തത്? ഞാൻ പറഞ്ഞ ഏട്ടൻ്റെ അടുത്ത് പഠിച്ചാണ്, ഏട്ടാ അറിഞ്ഞില്ല. ഞാൻ ഏകലവ്യനായിട്ട് നിന്ന് സൈഡിൽ കൂടെ പഠിച്ചിട്ട് പോന്നു. ഓക്കെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരാളും കൂടെ, പൃഥ്വിരാജ് സുകുമാരൻ. ആ കുട്ടിയെക്കുറിച്ച്, കുട്ടി എന്ന് പറയുമ്പോൾ രാജു അത്രയൊന്നും വലുതായിട്ടൊന്നുമില്ല, ചെറുപ്പക്കാരൻ തന്നെയാണ്. രാജുവിനെ കുറിച്ച് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ രാജുവിനെ ഞാൻ കണ്ടിട്ടുള്ളത് ഫസ്റ്റ് പടം പച്ചക്കുതിര എന്തായിരുന്നു? അല്ലല്ല, ഫസ്റ്റ് നക്ഷത്ര കണ്ടുള്ള രാജു അതാണോ? അതല്ല, നമ്മുടെ അട്ടപ്പാടിയിൽ ഷൂട്ട് ചെയ്തത്, നമ്മുടെ വിനയൻ ഭദ്രൻ സാർ ഷൂട്ട് ചെയ്ത പടം ചക്രമാണോ? അട്ടപ്പാടിയിൽ ആ ഒരു സിനിമാ തിയേറ്ററും കൊട്ടായൊക്കെ ആയിട്ടുള്ള വെള്ളിത്തിര. ആ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ആ വഴിക്കൊക്കെ പോയിട്ട് ഇങ്ങനെ കണ്ടിട്ടൊക്കെ ഉണ്ട്. രാജുവിനെ അറിയാം, മല്ലിയ ചേച്ചിനെ അറിയാം. പിന്നെ ഇന്ദ്രജിത്തായിട്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്ദ്രജിത്തായിട്ട് പടം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു ബന്ധമുള്ളൂ. പക്ഷെ രാജുവിനെ ഞാൻ കാണുന്നത്, കേട്ടതും, പിന്നെ ഇതിൽ അനാർക്കലി എന്ന പടം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പടം ചെയ്യുന്ന സമയത്ത് കഥ പറഞ്ഞു. ഞാൻ കേട്ടിരിക്കുന്നത് രാജു സമയത്തിന് വരില്ല, മറ്റതാണ് മറിച്ചാണെന്നുള്ള ഈ സിനിമയിൽ നടക്കുന്ന ഗോസിപ്പുകൾ. പക്ഷെ ഞാനവിടെ -20 7 മണിക്ക് സമയം കൊടുത്തപ്പം രാജു എൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് 6:55. ഞാൻ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ ഹാളിൽ രാജു ഇരിക്കുന്നു, യൂണിഫോം ഇട്ടുകൊണ്ട്. ഞാൻ പറഞ്ഞ ഇരുട്ടാണ്, വെളിച്ചമായിട്ട് മുടില്ല. ഞങ്ങളവിടെ ലൊക്കേഷൻ എത്തുമ്പോഴേ ഒന്ന് വെളിച്ചം വരുള്ളൂ, സ്നോഫോൾ ഉണ്ട്. അപ്പം അവിടെ കണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുന്ന രാജു അല്ല അത്. അപ്പം രാജുവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു നിന്നെക്കുറിച്ച് ഇങ്ങനെയുള്ള കേട്ടിട്ട്. അപ്പം എൻ്റെ അടുത്താണ് ചേട്ടപ്പം എൻ്റെ അടുത്ത് 7 മണിയെന്ന് പറഞ്ഞു. ഞാൻ 7 മണിക്ക് വന്നു. പക്ഷെ അന്ന് ചേട്ടൻ 7 മണിക്ക് വന്നില്ലെങ്കിൽ പിറ്റേ ദിവസം കൂടെ ഞാൻ 7 മണിക്ക് വരും. അന്നും ചേട്ടൻ 7 മണിക്ക് വന്നില്ലെങ്കിൽ അടുത്ത ദിവസം പ്രതീക്ഷിക്കണം, എനിക്ക് തോന്നുമ്പോൾ വരും. ഇതാണ് ഇവിടെ നടക്കുന്നത് ചേട്ടാന്ന് പറഞ്ഞു. 10 ദിവസം കൊണ്ട് ഞങ്ങൾ അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞു. പിന്നത്തെ 22 ദിവസത്തെ പടം തീർത്തു ടിക്കറ്റ് ഫോർ 3. അത് ബിക്കോസ് ഓഫ് ഹിസ് ഡിസിപ്ലിൻ. അതെന്താണ്? മിലിറ്ററി സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. മിലിറ്ററി സ്കൂൾ എന്ന് പറഞ്ഞാൽ സൈനിക് സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ഡിസിപ്ലിനുണ്ട്, പിന്നെ ആ ഡെഡിക്കേഷനും ഉണ്ട്. പിന്നെ ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര മെമ്മറിയാണ്. കേട്ടിട്ടുണ്ട്. 4 പേജൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എനിക്കറിയില്ല അതൊരു അത് ക്ലീനായിട്ട് തന്നെ പറഞ്ഞു പോകും. അപ്പം എന്താ ടൈം വേസ്റ്റ് ഇല്ല. ഈസ് എ വെരി പ്രൊഫഷണൽ ഗായ്. ഹി ഹാസ് ടു ഗോ ടു ഹൈ.
ഇനി സർ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം, ഒരു അനാവശ്യ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് മാത്രം ചോദിക്കുന്നത്, എനിക്കറിയാം ഈ ചെറുപ്പം തൊട്ടേ ഈ മിലിറ്ററി യൂണിഫോമിനോടൊക്കെ ഭയങ്കര അഭിനിവേശമുള്ള ഒരാളായിരുന്നു. മിലിറ്ററി ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരുപാട് പേര് പട്ടാളക്കാർ. അപ്പോൾ അന്നോട്ടേ പട്ടാളം എന്ന് പറയുന്ന ജോലി, മിലിറ്ററി ജോബ് അത്രയും സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. പക്ഷെ എപ്പോഴെങ്കിലും ഇപ്പം എൻ്റെ മുൻപിലിരിക്കുന്നതും ആ കരിയറിൽ നിന്ന് തുടങ്ങിയതുകൊണ്ടാണെന്ന് എനിക്കറിയാം, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ കരിയർ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, ഞാനൊരു മിലിറ്ററി ഓഫീസർ അല്ലായിരുന്നെങ്കിൽ ജീവിതം എങ്ങനെ പോയേനെ എന്ന് ചുമ്മാതെങ്കിലും എപ്പോഴെങ്കിലും ഒഴിവ് സമയത്ത് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അവിടെ ബിക്കം ദാവൂദ് ഇബ്രാഹിമായിട്ട് പോയിരുന്നു. ആണോ? അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ കരീം ലാല എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സ്മഗ്ലർ, അദ്ദേഹത്തിനുമായിട്ട് ഞാനൊരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഹോട്ടലിൽ ജോലിക്ക് നിൽക്കുന്ന സമയത്ത്, എൻ്റെ അമ്മാവൻ്റെ ഹോട്ടലിൽ ജോലി നിൽക്കുന്ന സമയത്ത്, ഇയാളും കുറച്ച് ഗ്യാങ് കൂടെ ചാപ്പാട് കഴിക്കാൻ വന്ന് അവർ ചാപ്പാട് കഴിച്ചിട്ട് പോകുന്ന സമയത്ത് പൈസ തരാത്തതിന് ഞാൻ ആ പിറകെ പോകുന്നതിന് കൗണ്ടറിൽ പിടിച്ചു. അപ്പം അന്ന് എൻ്റെ വെയിറ്റ് ഒരു 50 കിലോ ഒക്കെ കാണുമായിരിക്കും, അത്രയേ ഉള്ളൂ, ഒരു ഞരമ്പ് പോലെ സാധനം. പക്ഷെ അത് പിടിച്ചിട്ടായാലും അപ്പോഴത്തേക്കും ഹോട്ടലുകാരെല്ലാം വന്നിട്ട് ബഹളായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തിരിച്ചു വന്നു. ആ മനുഷ്യനെ പിന്നീട് ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നത്, അന്ന് ആരും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് അങ്ങ് പോയി. പിന്നീട് എമർജൻസി സമയത്ത് 75 ഞാൻ പട്ടാളത്തിൽ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഫോട്ടോ കണ്ട് കരീം ലാല അറസ്റ്റഡ്. നമ്മൾ ഈ മനുഷ്യൻ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ അന്ന് ഒരു കൊല്ലം മുമ്പേ കണ്ടതാണ്. അപ്പം ആ അമ്മാമൻ കരീം ലാലനെ അറിയാം. ഇവർ ഒരുമിച്ചിട്ട് വന്നിട്ടുള്ളതാണ് ബോംബെയിലേക്ക്. അങ്ങനെ അമ്മാവൻ ഹോട്ടലായി, ഇവര് ടാക്സിയും സ്മഗ്ലിങ്ങും ആയിട്ടുള്ളത്, അങ്ങനെ പല വരദരാജമല ഈ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പം അമ്മാവൻ എപ്പോഴും പറയാം, നീ വിഷമിക്കിട്ടാ, നിന്നെ ഞാൻ ദുബായിലേക്ക് പറഞ്ഞേക്കാന്ന്, പട്ടാളത്തിൽ ഇല്ലെങ്കിലും. 18 വയസ്സാവട്ടായിരുന്നു. പക്ഷെ 17 വയസ്സിൽ ഞാൻ ഇങ്ങോട്ട് പോന്നു. അതില്ലായിരുന്നെങ്കിൽ ഇപ്പം ഈ ചോദിച്ച പോലെ ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ ഒരു ദാവൂദ് ഇബ്രാഹിം ഉണ്ടാവില്ലായിരുന്നു, ദാവൂദ് ഉണ്ടാവില്ലായിരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ തലയിലെഴുത്തെന്ന് പറയുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്നാണ് ഒരു മേജർ റിവീൽ ലാലേട്ടൻ സിനിമയിൽ നമ്മൾ അത് ഇത് തന്നെ പറഞ്ഞു. ഇപ്പം ഒരു പടം നമ്മൾ ഓൾമോസ്റ്റ് ഫൈനലൈസ് ആക്കിയതാണ്. അത് വിജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയാണ് കഥ തരാമെന്ന് പറഞ്ഞതും കഥ കേട്ടതും. ഞാൻ ലാലേട്ടന് ഫൈനലി അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നതിന് മുന്നേ വിജേന്ദ്ര പ്രസാദ് സാറിൻ്റെ അടുത്ത് പോയിട്ട് കഥ ഞാൻ പറഞ്ഞു, എനിക്കത് 1 ലൈനായിട്ട് പേപ്പറിൽ തരണം എന്ന് പറഞ്ഞു. അപ്പം ഇല്ല, അന്നൊക്കെ ചൊല്ലുന്നത് അതുതാൻ കഥ. അപ്പം എവിടെ എഴുതി? അത് നീങ്ക എഴുതണം എന്ന് പറഞ്ഞു, എൻ്റെ അടുത്ത് എഴുതണം. അപ്പം ഞാൻ പറഞ്ഞു, സാർ എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഇല്ല, ഇതിനാണ് സാർ ഈ 1.5 കോടി വാങ്ങിച്ചിരിക്കുന്നത് ചോദിച്ചു. ഞാൻ മൊത്തം വയ്ക്കുകയും ചോദിച്ചു. ഈ ഒരു മണ്ടത്തരം വിളിച്ചു പറയുന്നതിന് ഇത് 30 ആൾക്കാരെ കൊല്ലുന്ന മോഹൻലാലിൻ്റെ വില്ലൻ ആര്? അതില്ല. ഇങ്ങനെ ഞാനും അങ്ങേരുമായിട്ട് അടിച്ച് പിരിഞ്ച്. ഞാൻ പറയും നോ വേ. കാരണം ഇനി ഞാൻ മോഹൻലാലിനെ വെച്ചിട്ട് പടം ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൺവിൻസ് ആയിട്ട് യെസ് ദിസ് ക്യാൻ ബി എ ഹിറ്റ് എന്ന് പറയുമ്പോൾ മാത്രമാണ് ഞാൻ ചെയ്യുക. അങ്ങനെയാണ് വിജയേന്ദ്ര സാറിൻ്റെ അടുത്ത് പോയത്, കിട്ടിയതും. പക്ഷെ അവർ എഴുതാൻ തയ്യാറല്ല. ഒരു ലൈൻ പറഞ്ഞിട്ട് അതിന് 1.5 കോടിയും വാങ്ങിച്ചിട്ട് ഈ പേരും വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യു ഡു ദാറ്റ്സ്, യു കീപ്പ് യുവർ റെസ്പെക്ട്, ലെറ്റ് മീ കീപ്പ് മൈ റെസ്പെക്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ പടം അഡ്വാൻസ് 2 കോടി കൊണ്ടുവന്ന് ഡ്രാഫ്റ്റും കൊണ്ടുവന്ന് പ്രൊഡ്യൂസറുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ടിത് ഐ ഡോണ്ട് തിങ്ക് ഈ കഥ ഞാൻ ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ അവിടെ തിരിച്ച് പറഞ്ഞയച്ചു. ഏതായാലും സ്ലോട്ട് അവിടെ ഉണ്ട്. ഒരു നല്ലൊരു കഥ വരാൻ വേണ്ടി കാത്തിരിക്കാം. യോഗം ഉണ്ടെങ്കിൽ അത് നടക്കും.